വെൽക്കം ബാക്ക് ഗൈസ്, ഇറ്റ്സ് മീ അർജുൻ. അപ്പോൾ നമ്മളിന്ന് തലശ്ശേരി കോട്ടയാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ തലശ്ശേരിയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കോട്ടയാണ് ഇന്ന് പോകാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ തുറക്കുമെന്നൊന്നും അറിയില്ല, എന്തായാലും പോയി കണ്ടുനോക്കാം. ലാബാണ് ഇപ്പൊ പറയും ബാറ്റ്. ഫുള്ള് ബ്ലോക്ക് പെട്ടിട്ടുള്ളത് എല്ലാം കൂടി. ഇവിടുന്ന് നേരെ മെയിൻ റോഡ് കയറും. അവിടെയാണ് മട്ടാമ്പറയും പള്ളിയും എല്ലാം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്, തലശ്ശേരി മെയിൻ റോഡാ. അപ്പൊ നമ്മളെ കോട്ടയം എന്തായാലും എത്തി. ഇതാണ് മറ്റേ തലശ്ശേരി കോട്ട. ഇതാണ് ഞാൻ പഠിച്ചു സ്കൂള്. നല്ല സെന്റ് ജോസഫ് സൈസൻ നിൽക്കും. ഞാൻ പഠിച്ച ബോയ്സ് സ്കൂളാണ്, തലശ്ശേരി ബോയ്സ് സ്കൂളായത്. അപ്പം ഗേൾസൊക്കെ ആയി. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ആസിഫ് അലീൻ്റെ ഒരു മൂവി ഷൂട്ട് ചെയ്തൊരു പ്ലേസ്, ഒരു സോങ് ഉണ്ടാവും. ഏതാണെന്ന് അറിയുന്ന ഒരു വീഡിയോൻ്റെ ആരെ കമൻറ്റ്. എന്താ ഇത് എത്ര ഓടി ഉണ്ട് തോന്നാൻ. അങ്ങനെ നമ്മൾ കോട്ടയിലെത്തി. ചേച്ചി പേരെഴുതി കൊടുക്കണം, ഒന്ന് നോക്കാം. പണ്ടായിട്ടും വന്ന ഒരു ഓർമ്മയുണ്ട് ഈ കോട്ടേൻ്റെ അകത്ത്. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഈ കോട്ടേൻ്റെ അകത്ത്. ഇതിവിടെയുള്ള ഏതോ പഴയ ഇതെന്നാ സാധനം നിനക്കും മനസ്സിലായിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് അറിയുന്നവര് കമൻറ്റ്. അതായത് ഇതുവഴി നേരെ തലശ്ശേരി കോട്ടയിൽ നിന്ന് നേരെ കണ്ണൂർ കോട്ടയിലെത്തുന്നു. ഈ വഴി നേരെ കണ്ണൂർ കോട്ടയിലേക്ക് എത്തും. ഒരു അടിപൊളി വ്യൂ കിട്ടുന്നൊരു പോയിൻ്റായിരുന്നു.
തലശ്ശേരി ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു പോയിന്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ തലശ്ശേരിയാണ് കോട്ട. കോട്ട കഴിഞ്ഞാൽ പിന്നെ കടൽപ്പാലമുണ്ട്. അത് ആ ഒരു സൈഡ്, അപ്പുറത്തെ സൈഡായിട്ടാണ് വരിക. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കടലിൽ ആ ഒരു സൈഡായിട്ടാണ് വരിക. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും കടൽപ്പാലം കാണിച്ചത്. എന്തായാലും ഇനി കോട്ടേൻ്റെ കുറേ ഭാഗങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി കുറേ ഉണ്ട്. ഇത് പണ്ടത്തെ ഏതോ കാലത്ത് എന്തോ പണിതാണ്. അതിൻ്റെ ബാക്കിയാന്ന് തോന്നുന്നു. എന്താ സംഭവം നിനക്കാരും തരുന്നില്ല. സ്റ്റേജ് ആയിട്ടാന്ന് തോന്നുന്നു. പഴയ ടൈപ്പ് ചെയ്ത സ്റ്റേജ് പോലെ ഉണ്ട്. ഇവിടുന്ന് ചേട്ടൻ പറഞ്ഞത്, ഒരു ചേട്ടൻ പറഞ്ഞു തന്നതാ, ഈ ഇവിടെ കിടന്നിട്ടാണ് ബ്രിട്ടീഷുകാർ കിടന്നിട്ട് ആ ഒരു ഇത് കണ്ടില്ല പില്ലർ, അതിനെ എയിം ചെയ്തിട്ടാണ് അവർ ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഇതുണ്ടാക്കിയെന്ന് ഇവരിപ്പോൾ പറഞ്ഞു. ഇവിടുന്ന് തിരിച്ച് കഴിപ്പം ഇത് നേരത്തെ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് അവിടെ എക്സിറ്റാണ് വരുന്നത്. ഇവിടുന്ന് കയറിയിട്ട് ആ ടോപ്പിൽ വരെ എത്താം. ഇതുവഴി പണ്ട് എക്സിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നിർത്തിയതാണ്. ഈ വഴി സ്ട്രെയിറ്റ് പോയാൽ ഒരു ബീച്ച് എത്തും. ബീച്ചിൽ നിന്ന് മറ്റേ റൈറ്റ് എടുത്താൽ, ലെഫ്റ്റ് എടുത്താൽ നേരെ മറ്റേ കടൽപ്പാലം എത്തും. ഇതൊരു ഷോർട്ട് കട്ടാണ്. 1708 ഇത് ഉണ്ടാക്കിയത്, ഫസ്റ്റ് ബിൽഡ് ചെയ്ത. ഈ ഒരു ഏരിയ നല്ലൊരു ലുക്ക് ഏരിയ. നമ്മൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത ഗ്രൗണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഡ്രൈവിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം. അതെന്താണെന്നറിയില്ല. ഇതേപോലെ തന്നെ വേറെ കുറേ ആൾക്കാർ സ്ഥലങ്ങളുണ്ട് ഇതേപോലെ കൂട്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ഒന്നും കാണിച്ചു തന്നില്ല. ആ വഴി കയറിയാൽ നേരെ കണ്ണൂർ കോട്ടയെത്താന്ന് പറഞ്ഞു. തലശ്ശേരിയിലെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് തലശ്ശേരി കോട്ട. ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. ഇഷ്ടം പോലെ മൂവീസ് ഇവിടെ ഉണ്ട്. പഴശ്ശിരാജയും മറ്റേ സൺഡേ ഹോളിഡേൻ്റെ ഒരു മറ്റേ സോങ്ങിൻ്റെ ക്ലിപ്പ്, അങ്ങനെ കുറേ മൂവീസ് ഇവിടുന്ന് ആക്കിയതാണ്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഇവിടെ ഒരു ലൈറ്റ്, ഞാനിതുവരെ തലശ്ശേരിയിൽ ആകെ കണ്ടൊരു ലൈറ്റ് ഹൗസ് ഇതാ. വേറെ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് എൻ്റെ സ്കൂൾ. ഞാൻ പഠിച്ച സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ മാസി വെക്കുക. ഇവിടെ ചവിട്ടിയാൽ അവിടെ വെക്കും. ഈ ഒരു പോയിന്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഞാൻ പറയുന്ന കേട്ടു. നേരെ കണ്ണൂരെത്തും. ഇതിലെ പോയി നോക്കാം, വാ വെറുതെ ഒന്ന് കറങ്ങി നോക്കാം. മൈസൂർ കിങ് ഹൈദരാലിനെ പൂട്ടിയിട്ട പ്രിസൺ ആണിത്. ഗൂഗിൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്.
നേച്ചേരി കിടന്നോ, നല്ല രസമുണ്ടോ? രാജകീയ ഫീൽ ഉണ്ട് ഒരു പ്രിസണിന്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ഓക്കെ, സീ യു ഗൈസ്. ഇറ്റ്സ് മീ അർജുൻ.